ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം കൊടുത്ത് നമ്മെ ജീവിക്കാൻ അനുവദിച്ച നല്ല ദൈവത്തിൻ കരങ്ങളിലേക്ക് ഇന്നത്തെ ദിവസത്തെ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേക പ്രാർത്ഥന നിയോഗമായിട്ട്, ശാരീരികമായിട്ട്, മാനസികമായിട്ട്, ആത്മീയമായിട്ട് നിരാശയ്ക്ക് അടിപ്പെട്ടു പോയ മക്കളെ, ഒരു തരത്തിലും മുന്നോട്ട് നീങ്ങാൻ പറ്റാതെ വിഷമിക്കുന്ന മക്കളെ നമുക്ക് സമർപ്പിക്കാം. മറ്റുമില്ലാത്ത ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യെശയ്യാ പ്രവാചന പുസ്തകം 64:4 തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെ കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. ഇത് ദൈവത്തിൽ വിശ്വസിക്കുന്ന മകന്, മകൾക്ക് ദൈവം തരുന്ന ഉറപ്പാണ്. കാത്തിരിക്കുന്ന ഒരു ദൈവം, നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവം, നമ്മുടെ തിരിച്ചു വരവിൽ സന്തോഷിക്കുന്ന ദൈവം. ദൈവമക്കളെ, മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ദുഃഖത്തിന്റെ മേഖലയില്, അത് ജീവിതത്തിന്റെ ഇരുട്ടിലേക്ക് നമ്മളെ തള്ളി നീട്ടുന്ന, അല്ലെങ്കിൽ തള്ളി മാറ്റുന്ന, അല്ലെ തള്ളിവിടുന്ന ജീവിത സാഹചര്യങ്ങള് നമുക്ക് തമ്പുരാന്റെ കരങ്ങളിൽ കൊടുക്കാം. കാരണം ജെറമ്യാ പ്രവാചന പുസ്തകം 30:17 നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകള് സുഖപ്പെടുത്തും. ദൈവമക്കളെ, ഒരുപക്ഷെ സങ്കടങ്ങള്, കണ്ണുനീര്, വേദനകള്, ആരോടും പറയാൻ പറ്റാത്ത ജീവിതത്തിന്റെ ഭാരപ്പെട്ട അനുഭവങ്ങള്, ദൈവം നമ്മളെ കാണുന്നവനാണ്, ദൈവം നമ്മളെ അറിയുന്നവനാണ്, നിന്നെ സംരക്ഷിക്കുന്ന, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം. ഹോശയ്യാ പ്രവാചന പുസ്തകം 14:8 പറയുന്നുണ്ട്, ഞാനാണ് നിനക്ക് ഉത്തരം അരുളുന്നതും നിന്നെ സംരക്ഷിക്കുന്നതും. നിത്യ സരള മരം പോലെയാണ് ഞാനാണ് നിനക്ക് ഫലം നൽകുന്നത്. നമ്മെ കാത്തിരിക്കുന്ന, നമ്മെ സംരക്ഷിക്കുന്ന, നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം മക്കളെ നമ്മളെ കാത്തിരിക്കുകയാണ്. നമ്മൾ വിശ്വസിക്കണം, നമ്മൾ പ്രത്യാശ അർപ്പിക്കണം. കാരണം പലപ്പോഴും കാത്തിരുന്ന് പ്രത്യാശ പോലും നഷ്ടപ്പെട്ട് നിരാശയിലേക്ക് നമ്മൾ കടന്നു വരും. അത് ഭയത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും. പക്ഷെ നമുക്ക് കിട്ടാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ പോലും പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. പക്ഷെ ദൈവം നമ്മളോട് പറയുകയാണ്, ഞാൻ കൂടെയുണ്ട്. ജെറമ്യാ പ്രവാചന പുസ്തകം 13:11 നമ്മൾ വായിക്കുന്നുണ്ട്, അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ ഇസ്രായേൽ ഭവനവും യൂദാ ഭവനവും എന്നോട് ചേർന്നിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് അവർ എന്റെ ജനവും കീർത്തിയും അഭിമാനവും മഹത്വവുമായി നിലകൊള്ളേണ്ടതിനാണ്. ദൈവമക്കളെ, അരക്കച്ച നമുക്കറിയാം അരയോട് ചേർന്നിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ മക്കളോട് ചേർന്നിരിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു മകനെ, മകളെ ദൈവം കൈവിടുകയില്ല. കാരണം ദൈവത്തിന്റെ തിരഞ്ഞെടുക്കേണ്ട മക്കളാണ്. അവിടുന്ന് നമ്മുടെ ജീവിതത്തിന്റെ മഹത്വമായി, അഭിമാനമായിട്ട് കടന്നു വരും. നമ്മൾ വിശ്വസിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. 27 സങ്കീർത്തനം 4-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന പോലെ, ഒരു കാര്യം മാത്രമേ ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നുള്ളൂ, ഒരു കാര്യം മാത്രമേ ഞാൻ തേടുന്നുള്ളൂ, ദൈവത്തിന്റെ മാധുര്യം ആസ്വദിക്കുവാൻ, കർത്താവിന്റെ ആലയത്തിൽ അവിടത്തേക്ക് ഇത് ആരായനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ. മക്കളെ, നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കൃപ അത് എൻ്റെ കൂടെ ഉണ്ടാകണം, അങ്ങയുടെ മഹത്വം അത് എൻ്റെ കൂടെ ഉണ്ടാകണം, അത് വരും തലമുറക്ക് അനുഗ്രഹമാകണം. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നിരാശയ്ക്ക് ഇടപെട്ട് ശാരീരികമായിട്ട്, മാനസികമായിട്ട്, ആത്മീയമായിട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന മക്കള്, ദുഃഖത്തിലേക്ക്, ഇരുട്ടിലേക്ക് താണുകൊണ്ടിരിക്കുന്ന മക്കളെ ദൈവകരങ്ങളിൽ കൊടുത്ത് നമുക്ക് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം, അത് അനുഗ്രഹിക്കപ്പെട്ട ആ ദിനങ്ങള്, നിമിഷങ്ങളായിട്ട് മാറാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം, ഈശോയുടെ തിരുഹൃദയം വിശുദ്ധന്റെ കരങ്ങളിലേക്ക്, തൃത്തൈ കൂട്ടായ്മയിലേക്ക്, തിരുക്കുടുംബത്തിലേക്ക്, അബ്രാഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കാണുന്നവരെ, കേൾക്കുന്നവർ, അറിയുന്നവർ ദൈവിക സാന്നിധ്യം ഏറ്റുവാങ്ങുവാൻ നമ്മുടെ ജീവിതമാകുന്ന പാനപാത്രം ദൈവകരങ്ങളിൽ നമുക്ക് കൊടുക്കാം.